ഹായ് ഫ്രണ്ട്സ്, പോട്ടഡ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ള വിങ്ക പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ല ഡാർക്ക് പീച്ച് കളറിലുള്ളത്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. പീച്ച് കളറിൻ്റെ ഉള്ളിൽ പീച്ച് കളർ തന്നെയാണ് നടുക്കായിട്ട് ഡോട്ടും കാണുന്നത്. ഈ രണ്ടാമത് കാണുന്നതും നമ്മുടെ നാടൻ വെറൈറ്റി തന്നെയാണ്. അതൊരു നല്ല ഡാർക്ക് പിങ്കിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിട്ടാണ് സെൻറ്ററിൽ ഡോട്ടായിട്ട് വന്നേക്കുന്നത്. ഇതും പെട്ടെന്ന് നമുക്ക് ചെറിയ കമ്പുണ്ടെങ്കിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് ഇഷ്ടംപോലെ. ഇനി കാണുന്നത് വൈറ്റ് കളറിൻ്റെ ഉള്ളിൽ റെഡ് കളർ ഡോട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ആ പിങ്ക് കളർ കുറച്ച് ഡാർക്കായിട്ട് പൂക്കൾ ഒരു ലൈറ്റ് പിങ്കായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. ഇതും നമ്മൾ പ്രൂൺ ചെയ്താലാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും വളരെ ഈസിയാണ്. പെട്ടെന്ന് നമ്മുടെ ഹൈബ്രിഡ് പോലെ പെട്ടെന്ന് കേടായി പോവില്ല. എളുപ്പത്തിൽ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നാടൻ വെറൈറ്റിയിൽ നമുക്ക് സീഡ് കളക്ട് ചെയ്യാനും സുഖമാണ്. ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് തന്നെ മുളച്ച് വരികയും ചെയ്യും. ഇതും നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. നല്ല കടുത്ത മജന്ത കളറിൽ വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഡോട്ടും സെയിം മജന്ത തന്നെയാണ്. ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വൈറ്റാണ് വന്നേക്കുന്നത്. കുറച്ചധികം സെൻറ്ററിൽ കുറച്ചധികം വൈറ്റ് ഉണ്ട്. പിന്നെ നല്ല ഡാർക്കായിട്ട് തന്നെ ഉള്ള പിങ്ക്, ഡാർക്ക് പിങ്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി വരുന്നത് നല്ല ലൈറ്റ് പീച്ച് കളറിൽ സെൻറ്ററിൽ റെഡ് കളറായിട്ടാണ് വരുന്നത്. ഇത് വിരിയുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ലൈറ്റ് പീച്ചായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചൂർഡാകുമ്പോൾ അത് ഒരു വൈറ്റ് കളർ ഇളം ഒരു വൈറ്റ് ഷെയ്ഡിലേക്കായിട്ട് ഇങ്ങനെ പോകും. ഇതും നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഇനി കാണുന്നത് ഇത് നമ്മൾ നാടൻ വിങ്കയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഹൈബ്രിഡാണ്. അതുകൊണ്ടാണ് തന്നെ കളർ സെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചത്. ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വേര് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ലോണം കെയർ ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് വേര് പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഇത് നല്ല റെഡ് കളറിൻ്റെ ഉള്ളിൽ ഇതുപോലെ സെൻട്രലായിട്ട് വൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഹൈബ്രിഡ് വാങ്ങിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് കേടാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കമ്പ് മുറിച്ചിട്ട് വേറെ നമ്മൾ പിടിപ്പിച്ചെടുക്കാൻ നോക്കണം. എൻ്റെ വിങ്ക റോസിൻ്റെ കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി ഇതാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. ചില ഫാനിൻ്റെ ലീവ്സ് പോലെയാണ് അതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.